സർ, നമ്മൾ പല അക്കാദമികളും നമുക്ക് അമേരിക്കൻ സർട്ടിഫിക്കേഷൻ, കാനേഡിയൻ സർട്ടിഫിക്കേഷൻ, പലതരത്തിലുള്ള സർട്ടിഫിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ സർട്ടിഫിക്കേഷൻസ് ഒക്കെ വാങ്ങിയിട്ട് വേറൊരു രാജ്യത്ത് ചെന്ന് കഴിഞ്ഞിട്ട് അവിടുത്തെ സർട്ടിഫിക്കറ്റ് ഒന്നും എടുക്കാതെ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുമോ? അത് എത്രത്തോളം ശരിയാണ്? തീർച്ചയായും. നിങ്ങൾക്കിപ്പോൾ ഏത് രാജ്യമാണ് നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കേഷൻസിൻ്റെ റെപ്സ് മാനദണ്ഡത്തിൽ തരുന്നത്, ആ സർട്ടിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ ആ രാജ്യത്ത് ചെന്നാൽ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ മെയിൻ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ പല അക്കാഡമികളും നിങ്ങളെ പറ്റിക്കുകയാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഒരു അമേരിക്കൻ സർട്ടിഫിക്കേഷൻസ്, നിങ്ങൾക്ക് അമേരിക്കൻ സർട്ടിഫിക്കേഷൻസിൽ ഇപ്പോൾ US റെപ്സ് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇതിൻ്റെ പ്രൊസീജിയർ എന്താണെന്ന് ഞാൻ പറയാം. നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് IC റെപ്സ് എന്ന് പറയുന്ന രീതിയിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. IC റെപ്സിൽ നിങ്ങൾക്ക് പല രാജ്യങ്ങളും കാണാൻ സാധിക്കും. അതിൽ US എന്ന് പറയുന്ന രാജ്യത്തേക്ക് നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ US റെപ്സിൻ്റെ മാനദണ്ഡത്തിൽ എത്ര സർട്ടിഫിക്കേഷൻസ് ആണ് ഈ US അംഗീകരിക്കുന്നതെന്ന് നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യുക. അപ്പോൾ US അംഗീകരിക്കുന്ന ചില സർട്ടിഫിക്കേഷൻസിൽ മെയിൻലി നമ്മുടെ ഇന്ത്യയിൽ പോപ്പുലറായിട്ടുള്ള കുറച്ച് സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. ഇപ്പോൾ അമേരിക്കൻ കോളേജ് ഓഫ് സ്പോർട്സ് മെഡിസിൻ ACSM, അതൊരു US റെപ്സിൻ്റെ അണ്ടറിൽ വരുന്ന സർട്ടിഫിക്കേഷനാണ്. ഇനി അമേരിക്കൻ കൗൺസിൽ ഓൺ എക്സസൈസ്, അതും ഈ പറയുന്ന US റെപ്സിൻ്റെ അണ്ടറിൽ വരണം. ഇപ്പം ഇതുപോലെ നിങ്ങൾക്ക് ആ US റെപ്സിൻ്റെ സൈറ്റിലേക്ക് ഈ IC റെപ്സിൽ കൂടെ ആദ്യം നിങ്ങൾ എൻ്റർ ചെയ്യുന്നു. ദെൻ നിങ്ങൾ ഗ്ലോബൽ പോർട്ടബിലിറ്റി ചെക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഈ രാജ്യങ്ങളെയൊക്കെ കാണാൻ പറ്റുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ റെപ്സിൻ്റെ ഉണ്ട്, മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ഈ ഓരോ രാജ്യത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ US റെപ്സിൻ്റെ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് അവിടെ ഏതാണോ എനിക്ക് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് എന്ന് ചിന്തിക്കുക. ഈ സർട്ടിഫിക്കേഷൻസ് എടുത്തവരെ മാത്രമേ US റെപ്സിലേക്ക് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ അമേരിക്കൻ ഇപ്പോൾ ACSM കഴിഞ്ഞ പിള്ളേരാണെങ്കിൽ പോലും അവർക്ക് റെപ്സിൻ്റെ പോർട്ടബിലിറ്റി കൊടുക്കുന്നുണ്ടോയെന്ന് അതും കൂടെ വെരിഫൈ ചെയ്യണം നിങ്ങൾ. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇത് IC റെപ്സിൻ്റെ അണ്ടറിലാണ് നമ്മളെല്ലാവരും വന്നേക്കുന്നത്. അപ്പോൾ ഇതൊരു ഹെൽത്ത് കെയർ ഫീൽഡാണ്. നാളെ ഈ ചിലപ്പോൾ ഒരു 10-15 വർഷത്തിനുള്ളിൽ ഇത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രൊഫഷണൽസ് മുന്നോട്ട് പോകാൻ പറ്റാവുന്ന ഒരു ഫീൽഡ് തന്നെയാണ് ഈ പേഴ്സണൽ ട്രെയിനർ അല്ലെങ്കിൽ ഇത്തരം ലൈസൻസിങ് സമ്പ്രദായം തന്നെ. നമ്മുടെ നാട്ടിൽ കുറച്ച് നാളായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ 5 വർഷമായിട്ടാണ് നമ്മൾ നാട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിൽ. ഇത് 5 വർഷമായിട്ടാണ് ഇത് സ്റ്റാൻഡേർഡൈസിങ് പ്രോട്ടോക്കോളിൽ വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ ഈ അമേരിക്കൻ സർട്ടിഫിക്കേഷൻ ഇപ്പോൾ നമ്മൾ ഫിറ്റ് ആൻഡ് മെറ്റ് ഫിറ്റ്നസ് അക്കാഡമിയിലൂടെ കൊടുത്തു എന്ന് വെച്ചിട്ട് അവന് നാളെ അമേരിക്ക ഗ്രീൻ കാർഡ് വിസ കൊടുക്കുമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കണം ഏത് അക്കാഡമിയാണ് ഇതുപോലെ നിങ്ങളെ ഫൂളിഷ് ചെയ്യുന്നത്. അവരോട് ചോദിക്കണം, നിങ്ങളുടെ അടുത്തുനിന്ന് ഈ പറയുന്ന സർട്ടിഫിക്കേഷൻ ചെയ്തിട്ട് അമേരിക്കയിൽ പോയ സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് തരാൻ ചോദിക്കണം. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചോദിക്കാനുള്ള ധൈര്യം ഒരു സ്റ്റുഡൻറ്റിന് ഉണ്ടാവണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള മാൽ പ്രാക്ടീസസ് നമുക്ക് ഒഴിവാക്കാം.